ൊക്കെ ഞെട്ടിച്ചൊരു വാർത്തയായിരുന്നു. ആലപ്പുഴ വാടക്കലിൽ അമ്മയുടെ ആൺ സുഹൃത്തിനെ മകൻ കറന്റ് അടിച്ച് കൊലപ്പെടുത്തിയെന്ന സംഭവം. ഇതിനു പിന്നിൽ വർഷങ്ങൾ നീണ്ട പകയുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. കൊല്ലപ്പെട്ട ദിനേശൻ 4 വർഷം മുൻപ് ഈ സംഭവത്തിലെ മുഖ്യപ്രതിയായ കിരണിനെ വെട്ടി പരിക്കേൽപ്പിച്ചിരുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തി. അന്നും ഈ തർക്കത്തിന് കാരണം അമ്മയുമായുള്ള ബന്ധമായിരുന്നു എന്ന് പോലീസ് പറയുന്നു. ഷോക്കേറ്റ് വീണ ദിനേശന്റെ കയ്യിൽ കമ്പി വടി പിടിപ്പിച്ച ശേഷം വീണ്ടും ഷോക്കടിപ്പിച്ച് മരണം ഉറപ്പിച്ചു. മുഖ്യപ്രതിയായ കിരണിന്റെ അമ്മയുമായി കൊല്ലപ്പെട്ട ദിനേശന് വർഷങ്ങൾ നീണ്ട വഴിവിട്ട ബന്ധമായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ഇരുവരും തമ്മിലുള്ള ബന്ധത്തെ തുടർന്ന് നിരവധി തവണ കിരണുമായി സംഘർഷമുണ്ടായി. 4 വർഷം മുമ്പ് ദിനേശൻ കിരണിനെ വെട്ടി പരിക്കേൽപ്പിച്ചിരുന്നു. പുന്നപ്ര സഹകരണ ആശുപത്രിയിൽ ചികിത്സ തേടിയെങ്കിലും മറ്റ് നിയമ നടപടികളിലേക്ക് കടന്നിരുന്നില്ല. കഴിഞ്ഞ പുതുവർഷ ദിനത്തിലും വീട്ടിൽ വന്നതുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിൽ തർക്കവും കയ്യേറ്റവും ഉണ്ടായി. മരണപ്പെട്ട ദിവസവും ദിനേശൻ അശ്വമയെ കാണാൻ വീട്ടിൽ വന്നിരുന്നു. വീണ്ടും വരുന്നത് കാത്ത് കിരൺ ഇരുന്നു. വീടിന്റെ പിന്നിലെ താഴ്ന്ന പ്രദേശത്ത് വെള്ളം കയറുമ്പോൾ മത്സ്യം പിടിക്കാനായി ഉപയോഗിച്ചിരുന്ന വയർ കറണ്ടുമായി ഘടിപ്പിച്ചിരുന്നു. 12:30 വോൾട്ടേജിൽ വ്യതിയാനം വന്നതോടെ ദിനേശന് വൈദ്യുതാഘാതം ഏറ്റെന്ന് ഇലക്ട്രീഷ്യൻ കൂടിയായ കിരണിന് ഉറപ്പായി. പുറത്തിറങ്ങിയ ശേഷം കൈയിൽ കമ്പിവടി ഘടിപ്പിച്ച് വീണ്ടും വൈദ്യുതി കടത്തിവിട്ടു. കൊലപാതക വിവരം അപ്പോഴേക്കും രക്ഷിതാക്കളെ അറിയിച്ചിരുന്നു. പുലർച്ചെ 3:30 പിതാവ് കുഞ്ഞുമോനും കിരണും മൃതദേഹം ചുമന്നെടുത്ത് പാടത്തുപേക്ഷിച്ചു. പിറ്റേ ദിവസം രാവിലെ ദിനേശൻ പാടത്ത് കിടക്കുന്നതായി അശ്വമ്മയോട് തൊട്ടടുത്ത വീട്ടിലെ കുട്ടി പറഞ്ഞുവെങ്കിലും അവിടെ കിടക്കട്ടെ, ആരോടും പറയേണ്ടെന്നായിരുന്നു മറുപടി. വൈകിട്ടോടെയാണ് മറ്റുള്ളവർ മൃതദേഹം പാടശേഖരത്തിൽ കാണുന്നത്. ആ ദിവസം തന്നെ അശ്വമ്മ കായംകുളത്ത് കല്യാണത്തിനും കുഞ്ഞുമോൻ ജോലിക്കും പോയിരുന്നു. മരണാനന്തര ചടങ്ങുകളിലും 3 പേരും സജീവമായി പങ്കെടുത്തു. കുഞ്ഞുമോനെ കസ്റ്റഡിയിലെടുക്കുമ്പോൾ താൻ ചവിട്ടിയാണ് ദിനേശനെ കൊലപ്പെടുത്തിയതെന്നാണ് ആദ്യം പോലീസിനോട് പറഞ്ഞത്. എന്നാൽ ഒരുമിച്ചുള്ള ചോദ്യം ചെയ്യലിലാണ് പ്രതികൾക്ക് സത്യം സമ്മതിക്കേണ്ടതായി വന്നത്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ.